ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ടേ നല്ല കളർഫുള്ളായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് റോഡ് സൈഡിൽ ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ ഇത്രയും നാളും കണ്ടിട്ടേ ഇല്ല കേട്ടോ, ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാനായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് കണ്ടിട്ട് എന്താ പറയുക, എത്ര സന്തോഷമാണെന്നറിയാമോ. എൻ്റെ ചെറുതിലൊക്കെ ചെറിയ ക്യാനിനകത്തിൽ ജീരകമിഠായി കിട്ടുമായിരുന്നേ, പല കളറുള്ള. എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് ഓർമ്മ വന്നത്. അന്ന് ആ ജീരകമിഠായിയോട് തോന്നിയ കൊതിയാണ് എനിക്ക്. നീ കോഴിക്കുഞ്ഞുങ്ങളോട് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഓടി വന്നിട്ട് ഇതെങ്ങനെയാണ് കൊണ്ടുവന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമുക്കിത് കണ്ടിട്ട് വന്നതല്ലല്ലോ, വെച്ചാൽ വാങ്ങിക്കാനായിട്ട് വന്നതല്ല. പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഇത് എങ്ങനെ കൊണ്ടുപോകും, എൻ്റെ കയ്യിൽ ഇത് കൊണ്ടുപോകാനായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇതിന് 5 എണ്ണത്തിന് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ 5 എണ്ണം വരെയൊക്കെ കവറിനകത്ത് ചെറിയ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉണ്ട്, അതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം അതിന് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് ഇനി വരാനുള്ള സമയവും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ എനിക്കിതിനെ വാങ്ങിക്കാതെ പറ്റുകയില്ല. വീട്ടിൽ നേരത്തെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു കോഴിക്കുഞ്ഞുങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ചേട്ടനാണ് കേട്ടോ വിൽക്കുന്നത്, തമിഴ്നാട്ടിൽ നിന്നാണ് ഇവർ വരുന്നത്. അങ്ങനെ ഒരു കടയിൽ പോയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് മേടിച്ചു കേട്ടോ. ചെറിയൊരു ബോക്സാണ്, സ്കൂട്ടറിലൊക്കെ ഇരിക്കുന്നതൊക്കെ പോലെ. അങ്ങനെ ഞാൻ 10 എണ്ണത്തിന് മേടിച്ചു കേട്ടോ, ജോഡിയായിട്ട് ഓരോ കളറിലെയും 2 എണ്ണം വീതം. ആ ചേട്ടൻ എനിക്ക് 2 എണ്ണത്തിന് അധികം തന്നു കേട്ടോ. അങ്ങനെ 12 എണ്ണം വീട്ടിൽ കൊണ്ടുവന്ന് പൊന്നിനോട് ബോക്സ് തുറന്ന് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരു പൂച്ചക്കുഞ്ഞൊക്കെ ആണെന്നാണ് പുള്ളിക്കാരത്തി വിചാരിച്ചത്. കോഴിക്കുഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പല കളറോടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. ഭയങ്കര സന്തോഷം. ഓരോന്നിനായിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബോക്സൊക്കെ പുള്ളിക്കാരത്തി എടുത്തു. ഭയങ്കര സൂക്ഷ്മതയോടൊക്കെയാണ് നടക്കുന്നത്. നടപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എവിടെയെങ്കിലും വാരിക്കുത്തി വീഴും. അപ്പം ഞാൻ പറഞ്ഞു ബോക്സ് നോക്കി നടക്കുക, തറയിൽ നോക്കി നടക്കുക, അല്ലെങ്കിൽ കോഴിക്കുഞ്ഞ് താഴെ വീഴുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നേരെ നോക്കി അങ്ങനെ പോവും. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. റബ്ബറും തോട്ടമായിരുന്നു. അപ്പോൾ റബ്ബറെല്ലാം മുറിച്ചു. അപ്പോൾ അതിൻ്റെ ചൂട് നമുക്ക് നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം വാഴ വെച്ചിരിക്കുകയാണ് കേട്ടോ, വാഴയും കാച്ചിലും. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി അമ്മയും പൊന്നും അച്ചാച്ചനും എല്ലാം ഉണ്ടായിരുന്നു. അച്ചാച്ചനും പൊന്നും കൂടെ ബോക്സിൽ നിന്ന് കുഞ്ഞുങ്ങളെ എല്ലാം ഇറക്കി കേട്ടോ. ഇറക്കിയ പാടെ ഇവരെന്തോ കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല. തറയിൽ നിങ്ങൾ കൊത്തി തീറ്റയാണേ, എന്തുവാണോ എന്തോ. കുറേ കഴിഞ്ഞപ്പോൾ പൊന്നും ഓരോന്നിനും പേരിടുവാണേ. പച്ചയുടെ പേര് ഗ്രീനി, ചുമപ്പിൻ്റെ പേരാണ് ഏറ്റവും രസം റെഡി. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇവരെയൊക്കെ കണ്ടോ, എന്ത് ക്യൂട്ടാണല്ലേ, ഭയങ്കര രസമാണ്. കളറൊക്കെ കുറച്ച് കഴിയുമ്പോൾ പോവും. എല്ലാവരും പറയുന്നത് ഇങ്ങനെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ അത്ര അങ്ങനെ റെഡിയായിട്ട് കിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചത്തുപോകും എന്നൊക്കെയാണ്. എന്തായാലും ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ചാണ്, എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കണമെന്നാണ് ആഗ്രഹം. എന്തായാലും കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കാം. പിന്നെ അസുഖങ്ങളുടെ കാര്യമൊന്നും അറിയത്തില്ല, മരുന്ന് കൊടുക്കേണ്ട പ്രായമാകുമ്പോൾ മരുന്ന് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന. വീണ്ടും അവരെ തിരിച്ച് ആ ബോക്സിൽ തന്നെ കയറ്റി കേട്ടോ. അതിനുശേഷം നമ്മുടെ പുകപ്പരയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒറ്റാൽ, ഈ കോഴിക്കുഞ്ഞിനൊക്കെ ഇടുന്നത്, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക ഇതിന്, ഒറ്റാലാണ്. ആകെപ്പാടെ മാറാലയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ തല്ലിക്കുടഞ്ഞിട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഇവരെ കിടത്താനുള്ള സമയമായല്ലോ. അങ്ങനെ ഒരു മുറിയിൽ ചാക്കൊക്കെ വിരിച്ച് ഇവരെ ഒറ്റാലിനുള്ളിലാക്കി കേട്ടോ. എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്ന കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ചൊക്കെ നടക്കുകയാണേ. അപ്പോൾ എല്ലാവരും ഇതുങ്ങളെല്ലാം നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.